കഴിഞ്ഞ ഭാഗത്തിൽ ഓടിവരുന്നതായി കണ്ട സ്ത്രീയുടെ പേര് സരള എന്നാണ്. അവളുടെ കഴിഞ്ഞ കാലത്തിലെ ചില രഹസ്യങ്ങൾ പുറത്തു വരുന്നു. സരളയുടെ ജീവിതം നശിപ്പിച്ച ആ സന്യാസി ആരായിരിക്കും? കാക്കവയലിൽ പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് കേൾക്കാം അവിവാഹിതയുടെ 21-ാം ഭാഗം. മാത്യു സെബാസ്റ്റ്യൻ ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇനിയും തുടരണമോ എന്ന അർത്ഥത്തിൽ ജഡ്ജി വിനോദ് കൃഷ്ണനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്. ഇത്രയും വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി കൂടി അറിയണം എന്ന് എനിക്ക് തോന്നി. ഇത്രയും അറിയുമ്പോൾ പിന്നെ ആർക്കാണ് ബാക്കി കൂടി അറിയാൻ തോന്നാത്തത്? പ്രത്യേകിച്ചും അന്വേഷണ ബുദ്ധിയുള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ ബാക്കി കൂടി അറിയാതിരിക്കാൻ കഴിയും? മാത്യു പിന്നെയും പറഞ്ഞാലും ഇല്ലെങ്കിലും ബാക്കി ഭാഗം അറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ബാക്കി സംഭവങ്ങൾ നടന്നത് മുഴുവൻ അയാളുടെ അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നല്ലോ. എന്നാലും ഒരേ ബാച്ചിൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റുള്ളവരുടെ സഹായം അയാൾ തേടിയിരുന്നു. അവരുടെ കൂടി സഹായത്താലാണ് മാത്യുവിന് ബാക്കി കഥ കൂടി അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സമയം കുറച്ചധികമായി. ഒന്നുകിൽ ബാക്കി പറയുന്നത് പിന്നീടൊരിക്കലാകാം. അതല്ലെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ ഇന്ന് ഉറക്കം നടക്കുകയുള്ളൂ. എന്താണ് വേണ്ടതെന്നാൽ പറഞ്ഞു. എനിക്ക് ഉറക്കം പ്രശ്നമല്ല. അറിഞ്ഞില്ലെങ്കിലും ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നല്ലത് അറിഞ്ഞതിന് ശേഷം സമാധാനത്തോടെ ഉറങ്ങുന്നതല്ലേ? മാത്യുവിന് സമയമുണ്ടെങ്കിൽ തികച്ചും പറഞ്ഞുകൊള്ളൂ, ഞാൻ കേൾക്കാൻ തയ്യാർ. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം മാത്യു സെബാസ്റ്റ്യൻ കഥയുടെ അടുത്ത ഭാഗം പറഞ്ഞു തുടങ്ങി. അവനെ വിടരുത്, അവൻ സ്വാമിയൊന്നുമല്ല, എല്ലാവരെയും അവൻ നശിപ്പിക്കും. ഇത്രയും അവൾ പറയുന്നതായിട്ടാണ് നന്ദിനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും സിസ്റ്റർ അവരെ തടഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താണ് സരള, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഇവിടെ അതിന് വേറെ ആരും ഇല്ലല്ലോ. എന്തു തോന്നിയിട്ടാണ് നീ ഓടിപ്പാഞ്ഞു വന്നത്? സരളയ്ക്ക് കിതപ്പ് അടങ്ങുന്നില്ലായിരുന്നു. അത്ര വേഗത്തിലാണ് അവർ ഓടി വന്നത്. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കാൻ താമസിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നൊരാൾ ഇറങ്ങുന്നത് കണ്ടല്ലോ. അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാൾ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചു എന്ന് സിസ്റ്റർക്കറിയാമോ? നീ വിചാരിക്കുന്നയാളല്ല അത്. അദ്ദേഹത്തെ ഞങ്ങൾ കുറേ കാലമായി അറിയുന്നതാണ്. നീ ഇവിടെ വരുന്നതിന് മുൻപ് മുതൽ തന്നെ അദ്ദേഹത്തിനെ ഞങ്ങൾക്കറിയാം. എന്തായാലും നിനക്ക് ആള് മാറിപ്പോയി എന്ന കാര്യം തീർച്ചയാണ്. എനിക്ക് ആള് മാറിപ്പോയി എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ സിസ്റ്റർ. ഞാൻ പറയുന്നയാളും ഇതേപോലെ തന്നെയാണ്. കണ്ടാലും അതുപോലെ തന്നെ. എന്തിന്, നടക്കുന്ന രീതി പോലും അതുതന്നെ. നീ എന്തു തന്നെ പറഞ്ഞാലും ഇതല്ല ആള് എന്നത് എനിക്ക് ഉറപ്പാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. അല്ലെങ്കിൽ പൂർത്തിയാക്കാതെ സിസ്റ്റർ അവിടെ നിർത്തി. ഇപ്പോൾ വിഷമസന്ധിയിലായത് സരളയാണ്. മടിയോടുകൂടിയാണെങ്കിലും സരളയും സിസ്റ്ററോടൊപ്പം തന്നെ തിരിച്ചു നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് അവർ നന്ദിനിയെ പരിചയപ്പെട്ടത്. ഇവിടെ നിൽക്കാൻ വന്നതാണോ? അതെ. എന്നാൽ എൻ്റെ കൂടെ തന്നെ പോരെ. ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരാൾക്കുകൂടി താമസിക്കാം. സിസ്റ്റർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഒപ്പം തന്നെ നടന്ന സിസ്റ്റർ അപ്പോൾ അനുവാദം കൊടുത്തു. സന്തോഷത്തോടുകൂടി തന്നെ സരള
നന്ദുവിനെ കൈപിടിച്ച് അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്ദിനി സരളയോടൊപ്പം പോകാൻ താൽപ്പര്യമെടുത്തതിന് പിന്നിലെ പ്രധാന കാരണം സരള ആദ്യം പറഞ്ഞ ആ അനുഭവമായിരുന്നു. അത് മിക്കവാറും പത്മനാഭൻ നമ്പ്യാരുടെ അനുജൻ പവിത്രൻ തന്നെ ആയിരിക്കും. അയാൾ തന്നെ ആയിരിക്കും ഇവരുടെ ദുഃഖത്തിനും കാരണം. മറ്റു മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചിട്ട് നന്മ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ദ്രോഹം ചെയ്ത് ആനന്ദിക്കുന്നതാണല്ലോ മനുഷ്യൻ്റെ രീതി. എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ നന്ദിനിയും സരളയും സുഹൃത്തുക്കളായി. അന്ന് തന്നെ വൈകുന്നേരം ഭക്ഷണവും കഴിഞ്ഞ് മുറിയിൽ വന്ന് ഉറങ്ങുന്നതിന് മുൻപ് നന്ദിനി സരളയോട് വിവരങ്ങൾ തിരക്കി. ഞങ്ങളിങ്ങോട്ട് നടന്നു വരുമ്പോൾ സരള ഓടി പുറത്തേക്ക് വരികയായിരുന്നല്ലോ. ആരെയോ ഒരാളെ വിടരുത് എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നു. ആരെന്തു പറഞ്ഞിട്ടെന്താ കാര്യം നന്ദു? നശിച്ച ജീവിതം തിരിച്ചു തരാൻ ആർക്കും കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന കാര്യം നിന്നോട് ഞാൻ വിശദമായി പറയാം. കാക്കവയൽ ഒരു അതിർത്തി ഗ്രാമമാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. പാവപ്പെട്ടവരായ കർഷകരും കർഷക തൊഴിലാളികളുമാണ് അവിടുത്തെ താമസക്കാർ. അവിടുത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ് സരള. അവളുടെ അച്ഛൻ ഗോപിയും അമ്മ ശ്യാമളയും കഠിനാധ്വാനികളും ദൈവവിശ്വാസികളുമായിരുന്നു. സരളയ്ക്ക് ഒരേ ഒരു സഹോദരൻ ഉണ്ടായിരുന്നത് സരീഷാണ്. എത്രമാത്രം കഠിനമായി അധ്വാനിച്ചിട്ടും കുടുംബത്തിന് ഒരു മേൽഗതി ഉണ്ടാകാത്തതിൽ അവർക്കൊക്കെ ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ മാതാപിതാക്കളുടെ ഏതാണ്ട് അതേ അവസ്ഥയായിരുന്നു അവിടെയുണ്ടായിരുന്ന മിക്കവാറും എല്ലാവർക്കും. അവരെല്ലാവരും അക്കാര്യത്തിൽ നിരാശരായിരുന്നു. എങ്കിൽ പോലും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് കഠിനമായി അധ്വാനിച്ച് ഓരോ ദിവസവും മുന്നോട്ടു പോവുകയായിരുന്നു ആ നാട്ടിലെ പാവങ്ങളായ മനുഷ്യർ. അവരിൽ നിന്ന് ആരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. സ്കൂളിൽ പഠിക്കാൻ പോയത് തന്നെ അവിടെ നിന്നും കുറച്ചു കുട്ടികൾ മാത്രം. അവരിൽ സരളയും സരീഷും ഉണ്ടായിരുന്നു. സരള 10ാം ക്ലാസ്സിലെ പരീക്ഷ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഗോപിയുടെ നിർബന്ധത്തിനാണ് അടുത്ത് തന്നെയുള്ള ഒരു കോളേജിൽ പഠിക്കാൻ പോയി തുടങ്ങിയത്. പഠനത്തിൽ അവിടെയും അവൾ മിടുക്കിയായിരുന്നു. 1ാം സ്ഥാനക്കാരിയുമായിരുന്നു. കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും ഉണ്ടെങ്കിലും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കാക്കവയലിലെ നാട്ടുകാർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അവിടുത്തെ സീതാദേവി അമ്പലത്തിലെ ഉത്സവമാണ്. അമ്പലത്തിലെ പ്രതിഷ്ഠ ഹനുമാൻ്റേതാണെങ്കിലും അറിയപ്പെടുന്നത് സീതാദേവി അമ്പലം എന്നാണ്. ശ്രീരാമൻ്റെ വനവാസകാലത്ത് സീതാദേവി കാക്കവയലിൽ വരികയും ഒരു ദേവസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. അവർ അടയാളപ്പെടുത്തിയ സ്ഥാനത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അമ്പലം കെട്ടി ഉയർത്തുന്നതിൽ അന്ന് ഉണ്ടായിരുന്ന കാരണവന്മാർ കാര്യമായ പങ്ക് വഹിച്ചു. ചെറിയ അമ്പലം കാലക്രമേണ വലിയ അമ്പലമായി. വേണ്ട സൗകര്യങ്ങളെല്ലാം ആയി. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാലയമായി അത് മാറി. സീതാദേവി അമ്പലത്തിലെ ഉത്സവമാണ് കാക്കവയലുകാരുടെ ഒരേ ഒരു ആഘോഷം. ഒരു വർഷം ഉത്സവം കഴിഞ്ഞ ദിവസം അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ ഒരു സന്യാസിയെ നാട്ടുകാർ കണ്ടു.
കാവി വസ്ത്രധാരി, പുക്കിളോളം എത്തുന്ന താടിയും പുറം മറയാൻ വെമ്പുന്ന മുടിയും ഒക്കെയാണ് മഹർഷി സങ്കല്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലുള്ള ഒരാൾ. അയാൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ കാണുമെന്ന് നാട്ടുകാർ വിചാരിച്ചു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ സമീപിച്ചു. ബഹുമാനത്തോടെ ആഗമന ഉദ്ദേശം ആരാഞ്ഞു. മഹർഷി പറഞ്ഞത് ഇത്ര മാത്രം: ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അവിടെ കൂടിയവർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. പക്ഷേ അതെന്തോ വലിയ കാര്യമാണെന്ന് അവർക്ക് തോന്നി. അത് എല്ലാവരുടെയും പരസ്പര നോട്ടത്തിലൂടെ സന്യാസിക്കും മനസ്സിലായി. ഞങ്ങൾക്ക് അത്രയും വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസമില്ല. ഞങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ്. നാം അത് നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ മടി കൂടാതെ പറഞ്ഞാൽ കൊള്ളാം. ലോക നന്മയ്ക്കായി തപസ് ചെയ്യുന്ന ഒരു സന്യാസിയാണ് ഞാൻ. ഈ സ്ഥലത്ത് തപസ് അനുഷ്ഠിക്കാൻ ഈശ്വരൻ എന്നോട് കൽപ്പിച്ചു. അതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ടോ? ഈ മഹർഷി കാക്കവയലിൽ തന്നെ സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ അത് നാടിന് വലിയ അനുഗ്രഹമാകുമെന്ന് കാരണവന്മാരെല്ലാം കൂടി കണക്കുകൂട്ടി. കാക്കവയലുകാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് വളരെ വേഗം ചെയ്യും. അത് തീർന്നു കഴിഞ്ഞ് മാത്രമേ അവർക്ക് പിന്നെ വിശ്രമമുള്ളൂ. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. ഇന്നുള്ളതല്ല, നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണ്. സന്യാസിയെ കണ്ട ദിവസം അത്രയും സംസാരിച്ച് തിരിച്ചു പോന്നു. എങ്കിലും പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവുമൊക്കെയായി കൂടുതൽ പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. മഹർഷിയുടെ അറിവിൽ അവർക്കെല്ലാം അതിശയം തോന്നി. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹത്തിന് അറിയാമെന്ന് കാക്കവയലുകാർക്ക് തോന്നി. അമ്പലത്തിലെ ആൽത്തറയിൽ മാത്രമായി താമസം സ്വസ്ഥമല്ല എന്ന് നാട്ടുകാർ തന്നെയാണ് സന്യാസിയോട് പറഞ്ഞത്. വനത്തിനോട് ചേർന്ന് വെറുതെ കിടന്നിരുന്ന ഒരു സ്ഥലത്ത് പുഴയോട് ചേർന്ന് ഒരു പർണശാല ഉണ്ടാക്കി കൊടുക്കാമെന്ന് നാട്ടുകാർ സന്യാസിയോട് അങ്ങോട്ട് പറഞ്ഞു. നാം ഇപ്പോൾ ഇവിടെയാണെങ്കിലും സംതൃപ്തനാണ്. പൂജകൾക്കോ പ്രാർത്ഥനകൾക്കോ ഒന്നും യാതൊരു മുടക്കവും വരുന്നില്ല. അതുകൊണ്ട് പർണശാല ഉണ്ടാക്കണമെന്ന നിർബന്ധമൊന്നും എനിക്കില്ല. സന്യാസി അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ മാത്രം ഇരുത്തുന്നതിൽ നാട്ടുകാരിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. നാട്ടിൽ ഉള്ളതിൽ ഒരുവിധം സമ്പന്നനായ കൃഷ്ണനായിരുന്നു പർണശാല നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നത്. സാധാരണഗതിയിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് പോയി പണം ചോദിച്ചാലും കൊടുക്കാത്ത ആളാണ് കൃഷ്ണൻ. ലുപ്തിച്ചു കൂട്ടിവച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്ന സമ്പത്ത്. കൃഷ്ണനും ഭാര്യ രമയ്ക്കും മക്കളില്ല. അതിൻ്റെ വിഷമം മാത്രമേ അവർക്കുള്ളൂ. നിത്യം പ്രാർത്ഥനയും കാര്യങ്ങളുമായി രമ പൊതുസ്ഥലത്തേക്ക് അങ്ങനെ വരാറേയില്ല. പർണശാല നിർമ്മിക്കാൻ കൃഷ്ണൻ പണം മുടക്കാമെന്ന് സമ്മതിച്ചു. കൂലിയൊന്നും വാങ്ങാതെ തന്നെ പണി ചെയ്തു കൊടുക്കാൻ നാട്ടുകാരെല്ലാവരും തയ്യാറായി. അടുത്തുള്ള വനത്തിൽ നിന്നും സാധനങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പുഴയോരത്ത് തന്നെ മനോഹരമായ പർണശാല ഒരുക്കി സന്യാസിക്ക് സമർപ്പിച്ചു. പർണശാലയുടെ പണി തീർന്നതിൽ സന്യാസിയും സന്തോഷമായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് അദ്ദേഹം
കൃഷ്ണനോടും മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞത്. ഈ നാട്ടുകാരുടെ നല്ല മനസ്സിനെ ഞാൻ അത്യധികം ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി തീർച്ചയായും നാം എന്നും പ്രാർത്ഥിക്കുന്നതാണ്. അതോടെ കാക്കവയലുകാർക്ക് പ്രാർത്ഥിക്കാൻ 2 കേന്ദ്രങ്ങളായി. അമ്പലത്തിലേക്ക് പോകുന്നവർ അതുവഴി തന്നെ പർണശാലയിലും കൂടി പോയിട്ടാണ് തിരിച്ചു വരാറ്. സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടായിട്ടും ഇല്ലായിരുന്നു. കൃഷ്ണനും സ്വാമിയും മാത്രമായി സ്വകാര്യ സംഭാഷണത്തിലേർപ്പെടുന്നത് പർണശാലയുടെ നിർമ്മാണം പൂർത്തിയായ കാലം മുതൽ തുടങ്ങിയതാണ്. വൈകുന്നേരങ്ങളിൽ കൃഷ്ണനായിരിക്കും മിക്കവാറും പർണശാലയിൽ സ്വാമിയോടൊപ്പം ഉണ്ടാവുക. ചില ദിവസങ്ങളിൽ കൃഷ്ണൻ അവിടുന്ന് മടങ്ങാറില്ല. മുഴുവൻ സമയവും സ്വാമിയോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിലുള്ള അടുപ്പം വളരെ കൂടി വന്നു. കൃഷ്ണൻ്റെ മുഖത്ത് ഒരു ദുഃഖത്തിൻ്റെ ഭാവം നാം ഇവിടെ വന്ന കാലം മുതലേ കാണുന്നതാണ്. ഇതുവരെ അതിൻ്റെ കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടുമില്ല, നാം ചോദിച്ചിട്ടും ഇല്ലായിരുന്നു. ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളിലും ദൈവം എന്നെ അനുഗ്രഹിച്ചു. മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്നും ദൈവം വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് എൻ്റെയും രമയുടെയും ദുഃഖത്തിന് കാരണവും. സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ മറുപുറമായി ദുഃഖവും എവിടെയും ഉണ്ടാകും. പല ദുഃഖങ്ങളും ദൈവം നേരിട്ട് നൽകുന്നതൊന്നുമല്ല. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാത്തതുകൊണ്ടും ലഭിക്കാതെ പോകുന്ന അനുഗ്രഹങ്ങളെയും നമ്മൾ ദുഃഖങ്ങളായി കാണാറുണ്ട്. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്രയൊന്നും മെച്ചമല്ലെങ്കിലും രമ മുഴുവൻ സമയവും ഇപ്പോൾ പ്രാർത്ഥനയിൽ തന്നെയാണ്. എന്നിട്ടും അവൾക്ക് അമ്മയാകാനുള്ള അനുഗ്രഹം ലഭിക്കുന്നില്ലല്ലോ. അന്ന് സന്യാസി കൃഷ്ണനോട് പറഞ്ഞതാണത്രേ 2 പേരോടും പർണശാലയിൽ വന്ന് പ്രാർത്ഥിക്കാൻ. അന്നു മുതൽ തന്നെ അവർ 2 പേരും സ്ഥിരമായി പർണശാലയിൽ പ്രാർത്ഥിക്കാൻ പോയി തുടങ്ങി. കൃഷ്ണന് എന്തെങ്കിലും അസൗകര്യമുള്ളപ്പോഴും രമ പ്രാർത്ഥന മുടക്കിയില്ല. അതിൻ്റെ ഫലം അധികം താമസിയാതെ തന്നെ രമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. നോവലിൻ്റെ 21-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രമയുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം എന്തായിരിക്കും അവർക്ക് ലഭിച്ച അനുഗ്രഹം? സന്യാസിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? സരളയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അറിയാൻ തുടർന്നും കേൾക്കണേ. അവിവാഹിതയുടെ 22-ാം ഭാഗം.